ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3,30,000 രൂപയുടെ ആക്സസറീസ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്ന ഹൈ റൈഡറിന്റെ എസ് ഹൈബ്രിഡ് വേരിയന്റ് ആണിത്. അതായത് നമ്മുടെ ഹൈബ്രിഡിലെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഒബ്സിഡിയൻ എന്നും പറഞ്ഞൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ് കൈരളി ടൊയോട്ട ഈ വേരിയന്റിനെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, ആക്സസറീസിന്റെ മൊത്തം കോസ്റ്റ് എത്രയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഹൈ റൈഡർ എസ് ഹൈബ്രിഡ് വേരിയന്റ് ആണ്. റീസെന്റ് ഒത്തിരി ഹൈ റൈഡർ മോഡിഫൈ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും ഒരു സ്പോട്ടി ലുക്കിൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഹൈ റൈഡർ ഈ ഹൈ റൈഡറിന്റെ ഒബ്സിഡിയൻ എഡിഷൻ തന്നെയാണ്. ഇതിപ്പോൾ മൊത്തം 3,30,000 രൂപയുടെ ആക്സസറീസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മൊത്തം ഇത്രയും ആക്സസറീസ് നിങ്ങളൊരു ഹൈ റൈഡറിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് 3 ലക്ഷം രൂപയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫോർ ഇൻഡിവിജ്വൽ ആക്സസറീസ്, അതായത് ഇത്രയും ആക്സസറീസ് നിങ്ങൾക്ക് വേണ്ട, ഇതിനകത്തുനിന്ന് കുറച്ച് ആക്സസറീസ് മാത്രം മതിയെങ്കിൽ അതിൻ്റെ ഇൻഡിവിജ്വൽ പ്രൈസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടോപ്പ് എൻഡ് ഹൈ റൈഡറിനേക്കാളും ലുക്കിലാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ല രീതിയിൽ ഇതിനകത്ത് വർക്ക് ആവുന്നുണ്ട്. ഈ ഒരു ലുക്കിൽ ഹൈ റൈഡർ മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ ആക്സസറീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വാഹനം ബ്ലാക്ക് കളർ ആയിരിക്കണം. അതായിരിക്കും ഏറ്റവും ലുക്ക് തരിക. വേരിയന്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഈ ഒരു ലുക്കിലേക്ക് മോഡിഫിക്കേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന അഡീഷണൽ ആക്സസറീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കണ്ണിൽപ്പെടുന്ന ഈ മുകളിൽ കാണുന്ന റെഡ് സ്ട്രിപ്സ് ആണ്. അത് ഈ ഒരു ബോണറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നമ്മുടെ റൂഫിലേക്കൊന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അതൊരു റെഡ് ഫിനിഷിൽ സ്റ്റിക്കർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ മോഡലായിട്ട് ഇവിടെ ഒരു ക്രോം കാണാനായിട്ട് പറ്റും. പിന്നെ ഹെഡ്ലൈറ്റിന് ചുറ്റും നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇത് ഹെഡ്ലൈറ്റ് ക്രോം എന്നും ഇത് ഗ്രിൽ ക്രോം എന്നുമാണ് ഷോറൂമിൽ പറയുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റെഡ് ഫിനിഷിൽ ഒരു എയ്റോ കിറ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ എയ്റോ കിറ്റിൻ്റെ സ്കേർട്ടിങ്സ് നമുക്ക് ഫ്രണ്ടിലും വശങ്ങളിലും ബാക്കിലും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ എയ്റോ എഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയ്റോ കിറ്റിൽ എന്തെല്ലാമാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഈ ഒരു പോർഷൻസിലും ഈ ഒരു റെഡ് ലൈൻസ് വരുന്നുണ്ട്. അതാണ് ഫ്രണ്ടിൽ നിന്ന് ചെയ്തിരിക്കുന്ന ആക്സസറീസ്. മറ്റെല്ലാ ലുക്കും ഈ വാഹനത്തിൽ വരുന്നതാണ്. ഇതിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോഗോയും ഈ ഒരു പോർഷനും കൂടി ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ഈ വാഹനം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വരുമ്പോൾ വേറെ ലെവൽ ലുക്കിലേക്കാണ് ഈ വാഹനം മാറിയിരിക്കുന്നത്. ഇപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അലോയ്സ് ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ വേറൊരു നെക്സ്റ്റ് ലെവൽ ലുക്കായിട്ട് ഈ വാഹനം മാറിയിട്ടുണ്ട്. ഇപ്പോൾ അലോയ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 18 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ റൈഡറിൽ 17 ഇഞ്ച് വീൽസാണ് വന്നിരുന്നത്. 215 60R16 ആയിരുന്നു ടയർ സൈസ്. ഇതിപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് 18 ഇഞ്ച് ബ്ലാക്ക് കളർ അലോയ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 225 50R18 ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നത് കൊണ്ട് വേറെ അലമ്പൊന്നുമില്ല എത്രയും വലിയ അലോയ്സ് ചെയ്താലും. അതിനകത്ത് ആ കാലിപ്പേഴ്സും കൂടി വേണമെങ്കിൽ റെഡിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. വശങ്ങളിലായിട്ട് നമുക്ക് ആ എയ്റോ കിറ്റിൻ്റെ ആ ഒരു സ്കേർട്ടിങ് നിങ്ങൾക്ക് കാണാം, ആ റെഡ് ഇൻസൈഡോട് കൂടി. അതിൻ്റെ ടോപ്പിൽ കാണുന്ന ഈ ഒരു ക്രോം ഫിനിഷ് സ്റ്റീൽ ഗാർഡ് എന്നും പറഞ്ഞ് ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ വശങ്ങളിൽ കാണുന്ന റെയിൻ ഗാർഡും ഇതിനകത്ത് വരുന്നുണ്ട്. റൂഫ് റെയിൽസ് ഈ വേരിയൻറ്റിൽ ഓൾറെഡി വരുന്നതാണ്. ഇതാണ് വശങ്ങളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ആക്സസറീസ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ കണ്ണിൽപ്പെടുന്നത് ഈ വലിയ സ്പോയിലറാണ്. അതൊരു യൂണിവേഴ്സൽ സ്പോയിലറാണ്. ഹൈ റൈഡറിന് നന്നായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ ഗ്രാൻഡ് വിറ്റാരയിലും ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഗ്രാൻഡ് വിറ്റാര വൈറ്റ് ആയതുകൊണ്ട് ഞാനത് ഒഴിവാക്കി വിട്ടതാണ്. എന്താണെങ്കിലും ഹൈ റൈഡറിൽ അത് ചെയ്തപ്പോൾ ഒരു സ്പോട്ടി ലുക്കിംഗ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഇനി മറ്റ് ആക്സസറീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വശത്തായിട്ട് വരുന്ന ക്രോം ഇൻസൈഡ് ആക്സസറി കിറ്റിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് ടെയിൽ ലൈറ്റിന് ചുറ്റും വരുന്ന ക്രോം വരുന്നുണ്ട്. വശങ്ങളിലായിട്ട് എയ്റോ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്കേർട്ടിങ് കാണാം. അതിൽ തന്നെ വരുന്നതാണ് ഈ ബമ്പറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റെഡ് ഇൻസൈർട്ടും. പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ നോർമലി ഒരു സിൽവർ ഫിനിഷിലാണ് വന്നിരുന്നത്. അതും ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു സ്പോട്ടി ലുക്കിംഗ് വാഹനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അല്ല, എടുത്തു പറയേണ്ട കാര്യം ആ വന്നിരിക്കുന്ന സ്പോയിലറുകളാണ്. നിങ്ങൾ ശരിക്കും ഈ വാഹനം ഷോറൂമിൽ വന്ന് കാണുമ്പോഴാണ് അത് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അപാര ലുക്കായിട്ടാണ് അത് മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ടിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ബൂട്ട് മാറ്റോ സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതിനകത്തൊരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്, അവരെന്തോ ഇതിനകത്ത് അത് വച്ചിട്ടില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇൻറ്റീരിയറിലും കുറച്ചധികം മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ നല്ല അടിപൊളി സീറ്റ് കവർ, ഒരു ലെതർ ഫിനിഷുള്ള സീറ്റ് കവറാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് മാറ്റങ്ങൾ കാണാം. ഇവിടെ നമുക്കൊരു ഈ ഒരു ഒരു ഡാർക്ക് കളറാണ് വന്നിരുന്നത്.
അത് ചേഞ്ച് ചെയ്ത് ലെതറിറ്റ് ഫിനിഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് റെഡ് സ്റ്റിച്ചിങ്ങും ആഡ് ഓൺ ചെയ്തിരിക്കുന്നു. ഇവിടെ ഹൈറൈഡറിൻ്റെ ഒരു സ്കഫ് പ്ലേറ്റ് കാണാം, അത് ഇലുമിനേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി സീറ്റുകൾ എന്ന് പറയേണ്ടി വരും. അതിൻ്റെ വശങ്ങളിലെ റെഡ് പൈപ്പിങ്സും സ്റ്റിച്ചിങ് എല്ലാം ഒരു റെഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സെൻട്രൽ കൺസോളിലും അതൊരു ലെതറിറ്റ് റാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ ഒരു റെഡ് ഇൻസൈറ്റ് കാണാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു 70 മാറ്റ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞാലും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ഒരു റെഡ് ഇൻസേർട്ട് തന്നെയാണ്. അത് ഈ സെൻറ്റർ പോർഷൻസിലും അത് ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ക OE ഫിറ്റിംഗ് ആണെന്ന് തന്നെ പറയുള്ളൂ. ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അത് ആ ഡോർ പാഡിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സീറ്റുകളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നല്ല കംഫർട്ടായിട്ട് ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇവിടെ ഒരു F ഒരു ബാഡ്ജിങ്, ഇവിടെ നമുക്ക് ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ സീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നതുകൊണ്ട് വേറെ കൺസേൺസ് ഒന്നും വരുന്നില്ല. ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുന്ന സീറ്റ് കവറുകളാണ്. ഇനി നമുക്ക് ബാക്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ആ ഒരു ഡോർ പാഡിൽ ആ റെഡ് ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ആ ഒരു 3 ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലായിട്ട് കൊടുത്ത് ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ ആം റെസ്റ്റിലും ആ കവറിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ 70 മാറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ബാക്കിലും അതിൻ്റെ ആ ഒരു മാറ്റ് കാര്യങ്ങൾ കാണാം. എന്താണെങ്കിലും ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് ഇൻറ്റീരിയറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സസറീസ് മൊത്തം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന കോസ്റ്റ് 3,30,000 രൂപയാണ് മൊത്തം ആക്സസറീസിൻ്റെ കോസ്റ്റ് വരിക. അത് നിങ്ങൾ ഫുൾ പാക്കേജ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് 3 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഫുൾ ഇത് ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾക്ക് ഇത് ഇൻഡിവിജ്വലി ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പലർക്കും ടയർ മാത്രം മതി, അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്ക് മാത്രം മതി, അല്ലെങ്കിൽ എയറോ കിറ്റ് മാത്രം മതി, അങ്ങനെയുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതിൻ്റെ പ്രൈസ് കാര്യങ്ങളും അവർ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ഒരു വാഹനം വന്നു എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ച് വന്നതാണ്. കാര്യം ഹൈറൈഡറിൻ്റെ ഒക്കെ ആക്സസറീസ് കുറച്ചധികം ആളുകൾ ചോദിക്കാറുണ്ട്, എവിടെ നിന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നിങ്ങൾക്ക് വാറണ്ടിയിലോ കാര്യങ്ങളും പ്രശ്നമൊന്നും വരില്ല, ധൈര്യമായിട്ട് ചെയ്യാം. അതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റിനാണെങ്കിലും എല്ലാത്തിനും വാറണ്ടി കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ഇതിനകത്ത് ഇപ്പോൾ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു, വേണമെങ്കിൽ ഷോറൂമിൽ തന്നെ 360 ക്യാമറയും കൂടി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് എൻഡിനേക്കാളും ലുക്കിലേക്ക് ഈ വാഹനം മാറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.